എല്ലാം മനസ്സെന്ന് ജാലവിദ്യക്കാരൻ സൃഷ്ടിക്കുന്ന വെറും മായാജാലങ്ങളാണല്ലോ. അതിന് യാഥാർത്ഥ്യം കൽപ്പിക്കാതിരിക്കുന്നതും നമ്മളാണ്. മനസ്സിനോട് വെറുതെ ചിലയ്ക്കാതെ മിണ്ടാതെ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിനെ നിശബ്ദമാക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അതിനോട് പറഞ്ഞു കൊടുക്കണം, അതല്ല, ഇതാണ് ശരി, ഇതിങ്ങനെയല്ല, ഇങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം. ആ നിശ്ചലതയിൽ നിന്നാണ് ഈശ്വരൻ്റെ വെളിപാടുണ്ടാകുന്നതെന്ന് പറയും. അപ്പം ആ നിശ്ചലതയ്ക്ക് പോകുന്നില്ല, പെട്ടെന്ന് കേൾക്കുമ്പോൾ എടുത്തിയാടും. അപ്പം ഈ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കിന് മക്കൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ അപ്പ ദേഷ്യം വലിയ അപകടമായി പോയാലും. പിന്നെ ചിന്തിച്ചത് രാവിലെ ആയപ്പോഴാണ് ഓർത്തത്. ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ എൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അല്ല, കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അല്ല, നമ്മുടെ മക്കളാണ്, അവരല്ല. പലരും പറയാം. അതുകൊണ്ട് എപ്പോഴും ക്ഷമ. ഒരു പുഷ്പം മുട്ടായിരിക്കും വലിച്ചു കൊടുത്തിയാൽ അതിൻ്റെ പരിമള ഭംഗി അറിയില്ല, സ്വഭാവമായിട്ട് വിടുന്നാലേ അറിയുള്ളൂ. അതുകൊണ്ട് ക്ഷമ ആണ് നമുക്ക് ആവശ്യം. നമുക്ക് പ്രേമം ഉണ്ടാകുമ്പോൾ എല്ലാത്തിലും അതിനെ വരാൻ കഴിയും. ഇപ്പം സ്നേഹിക്കുന്നൊരു കാമുകി വൈരുദ്ധ്യമുള്ളവളാണെങ്കിലും പ്രേമം വന്നു കഴിഞ്ഞാൽ എല്ലാം മധുരമാണ്. പല പല കാര്യങ്ങൾ പറഞ്ഞാലും ഈ മോന മധുരമാണ് അവളെ. മോനാക്കുട്ടി മധുരമാണ്. അമ്മയ്ക്ക് കുട്ടും ചെയ്യുന്നതും ചെയ്യപ്പെടുന്നതും എല്ലാം ദേഷ്യമാണ്, ഇഷ്ടമില്ല. സുന്ദരിയാണേലും ഇഷ്ടമില്ലെങ്കിൽ വൈരുദ്ധ്യം വെച്ച് കെട്ടും. ഇഷ്ടം വന്നാൽ വൈരുദ്ധ്യമുള്ളാലും സൗന്ദര്യം വെച്ച് കെട്ടും. അതാണ് നമ്മൾ അടിസ്ഥാനം. നമ്മുടെ മനസ്സാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമല്ല, അല്ലേ? ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന ആസ്വദിക്കുന്നു, സിഗരറ്റ് പുകയ്ക്കുന്നു, മറ്റൊരു മൂക്ക് തപ്പി പോകുന്നു. വസ്തുവല്ല ആനന്ദം, മനസ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അയാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വലിച്ചപ്പോൾ ആസ്വാദനം കിട്ടി, അയാൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മണം കിട്ടപ്പോൾ തന്നെ അയാൾ ഓടി. ഇപ്പം വസ്തുവല്ല, മനസ്സാണ്. അപ്പോൾ മനസ്സിൻ്റെ സ്വഭാവത്തെ നമ്മൾ എപ്പോഴും നോക്കണം. ഒരമ്മ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോൾ എനിക്കറിയാം, അവരുടെ മൂക്കിലും മൂക്കള വാ കൊണ്ട് വലിച്ചെടുക്കണം, മൊത്തിയെടുത്തിട്ട് കഴുകാൻ. മലവും ഏത് രീതിയിൽ എടുക്കുന്നത്? യാതൊന്നുമില്ല. തൻ്റെ കുഞ്ഞ് അതിലെല്ലാം ഒരു അഴുക്ക് കാണുന്നില്ല, ഒരു വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. വേറൊരു കുട്ടിയുടെ വലിച്ചെടുക്കാൻ ഒക്കുകയില്ല. പിന്നെ ഡോക്ടർമാരാകുമ്പോൾ പിന്നെ വാ കൊണ്ടൊന്നും വലിക്കുന്നില്ല, അവർ കൈ കൊണ്ട് കുറേ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ആരുതെന്ന് വെച്ച്. പക്ഷെ എന്നാലും ആ സ്നേഹം വരുമ്പോൾ അവരൊരു കൂയമോ അനിഷ്ടമോ തോന്നില്ല. ഗോപികളുടെ ഉദാഹരണം എടുക്കാം. അപ്പോൾ ഗോപിയൊക്കെ ഭഗവാനുള്ള പ്രേമം കൊണ്ടാണ് എല്ലാത്തിലും മധുരമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ. മധുരം 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 മധുരാധിപതിരാകുലം മധുരം രേണൂർ മധുരോ രേണൂർ മധുരോ, അങ്ങനെ ഓരോന്നും വർണ്ണിക്കുകയാണ്. ഒരു വണ്ടി ഇങ്ങനെ പറന്നു വന്നുകൊണ്ട് വണ്ടിൻ്റെ കാലാൽ മഞ്ഞ പൊടിയിരുന്നു, മഞ്ഞ പോലെ തോന്നി. ഓ, ഈ വണ്ട് ഭഗവാന്റെ ദേഹത്ത് ഇരുന്നിട്ട് വരികയായിരിക്കും, ആ വസ്ത്രത്തിൻ്റെ മഞ്ഞ പറ്റിയായിരിക്കും. പുഷ്പത്തിൽ നിന്നുള്ള പൊടിയാണിരിക്കും. പക്ഷേ ഗോപികൾക്ക് പ്രേമം കൊണ്ട് ആ മഞ്ഞ കാണുന്നവനെ ഭഗവാന്റെ ദേഹത്തെ വസ്ത്രത്തിൽ ചെന്നിരുന്നിട്ട് വന്നുകൊണ്ടാണ് ആ വണ്ടിന് മഞ്ഞ കാൽ വന്നത്. വണ്ടിലും ഭഗവാനെ കാണുകയാണ് ഗോപികൾ. ഇപ്പം നടന്ന് ഇങ്ങനെ പോകുമ്പോൾ വലിയ കുഴികളുണ്ടാൽ, വലിയ ചിലപ്പോൾ ആനക്കുഴികളുണ്ടായിരിക്കും, വലിയ വലിയ കുഴിയാണ്. പക്ഷെ ഗോപികൾ ചിന്തിക്കുന്നത്, ഇതിലെ കൂടെ ഭഗവാൻ പോയ സമയത്ത് ഈ വൃക്ഷത്തിലെ പൂ വെച്ചാൻ വേണ്ടി ഗോപന്മാരെ തൊള്ളത്ത് കയറ്റി വെച്ച് ആ ഭാരം കൊണ്ട് ഭഗവാന്റെ കാല് ഒഴിഞ്ഞു പോയതായിരിക്കും. അതിലും ഭഗവാന്റെ കാൽപാദമാണ് ഗോപികൾ ചിന്തിക്കുന്ന മനസ്സിൽ. ആ കുഴിയെ പാദമായിട്ട് കാണാം. ഇങ്ങനെ എല്ലാത്തിലും ഭഗവാനാണ് അവർ സ്മരിച്ചത്. ഏത് കണ്ടാലും ഏതെങ്കിലും അതിനകത്തൊന്ന് സൃഷ്ടിക്കും ഭഗവാന്റെ. അങ്ങനെ ആസ്വദിച്ച് ആ നാനാത്വത്തിൽ ഏകത്വം തന്നെ അവർ കണ്ടു. ഇതിലൊക്കെ ഭഗവാനെ കാണുകയാണ് നാനാത്വത്തിൽ ഏകത്വം. കാരണം ഒരു പേന എടുക്കുമ്പോഴും ആർക്ക് വേണ്ടി, മഷ എടുത്തൊഴിക്കുമ്പോഴും ആർക്ക് വേണ്ടി എഴുതാനാണ്, ഒരു പേപ്പർ എടുക്കുമ്പോഴും ആർക്ക് വേണ്ടി എഴുതാനാണ്. അപ്പോൾ ശരിക്ക് നാനാത്വത്തിൽ ഏകത്വം തന്നെയാണ്. തൻ്റെ കാമുകന് വേണ്ടി, അല്ലെ ഭർത്താവിന് വേണ്ടി, അല്ലെ മോന് വേണ്ടി. അതുപോലെ പൂജപാത്രം എടുക്കുമ്പോഴും ഭഗവാനെ പൂജിക്കാൻ, ചന്ദനത്തിരി എടുക്കുമ്പോഴും ഭഗവാനെ പൂജിക്കാൻ, കർപ്പൂരം എടുക്കുമ്പോഴും ഭഗവാനെ പൂജിക്കാൻ, പൂ എടുക്കുമ്പോഴും ഭഗവാനെ പൂജിക്കാൻ. അതിലൊക്കെ ഭഗവാനെ കാണുകയാണ് നാനാത്വത്തിൽ ഏകത്വം. അതാണ് ഋഷികൾ യുഗയുഗം തപസ് ചെയ്തിട്ട് ശാസ്ത്രം പഠിച്ചിട്ട് സാക്ഷാത്കരിക്കാത്തത് ഗോപികള് എല്ലാ കുടുംബത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഇടയ്ക്ക് കുട്ടികളെയും നോക്കി സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവര് ശരിക്ക് എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണണം.
ഒരു മുളക് വട്ടത്തിൽ കൃഷ്ണ, മല്ലിപ്പാത്രത്തിൽ മുകുന്ദ, അല്ലെങ്കിൽ മഞ്ഞൾ പാത്രത്തിൽ മുരാരെ ഗോവിന്ദ, പിന്നെ മോരെ ധൈര്യം എന്നുള്ള കൃഷ്ണ മുകുന്ദ മുരാരെ എന്നൊക്കെയുള്ള പേരിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാത്തിലും ആ കണ്ണാടി വെച്ചാണ് എല്ലാം കാണുന്നത്. ശനാകന്ത കണ്ണാടി. നമ്മുടെ തെറ്റുകളെ നോക്കുമ്പോൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുന്ന പോലെയാണ്. അപ്പം മറ്റുള്ളവരുടെ നന്മയെ നോക്കുമ്പോൾ ടെലസ്കോപ്പ് കൊണ്ട് നോക്കുന്ന പോലെയാണ് മനസ്സിലെ. ആ ഒരു ഭാവത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. നമ്മളൊരിക്കൽ നോക്കിയാണ് മറ്റുള്ളവരെ എപ്പോഴും വിലയിരുത്തേണ്ടതെന്ന് പറയുന്നതാണ്. ഒരാൾ ദേഷിക്കുമ്പോഴും നമ്മുടെ ദുർബലത പ്രതിഫലിക്കുന്ന കണ്ണാടിയാണ്. ആ ഒരു ഭാവത്തിൽ പോകണമെന്നും എല്ലാം ഗുരുവാണെന്നും ശാസ്ത്രം പറയുന്നത് അങ്ങനെയാണ്. ആദ്യം കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശാസ്ത്രമല്ല ഒരു ഗുരുകുലത്തിൽ തുപ്പി പഠിക്കുന്നത്. കർമ്മം ചെയ്യുക. അങ്ങനെ തന്നിലായി അഹങ്കാരത്തിൽ കാണാനിടയുണ്ടാക്കി അങ്ങനെ കുറച്ച് ആ ഒരു ഭാവത്തെ കൊണ്ടുവന്നു. പിന്നെ ഒരു പൂജയോ ഹോമോ യജ്ഞമോ പിന്നെ ഭാഗവതം അങ്ങനെ 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 ജപം യജ്ഞം പിന്നെ ഉപനിഷത്ത് അങ്ങനെ പിന്നെ അവസാനമാണ് ബ്രഹ്മസൂത്രം ഉപദേശിക്കുന്നത് അദ്വൈതം. അപ്പം പിന്നെ പ്രവൃത്തി തന്നെ ആയിക്കഴിയും.